എല്ലാവർക്കും നമസ്കാരം. 8th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിതവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലെറ്റസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കില്ല, സമയം ഒരുപാട് പോകും, വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അസ്യൂം യു ആർ ഗിവൺ ആൻ ഒബ്ജക്റ്റ് വിത്ത് എ പോസിറ്റീവ് ചാർജ്. റൈറ്റ് ഡൗൺ എ സ്യൂട്ടബിൾ മെത്തേഡ് ടു ചാർജ് എ മെറ്റൽ സ്പിയർ യൂസിങ് ദിസ്. നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് തന്നിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. ഇതാണ് ഒരു ഒബ്ജക്റ്റിന് ചാർജ്, അതിന് പോസിറ്റീവ് ചാർജ് തന്നിരിക്കുകയാണ്. അതെന്നൊക്കെ ഇവിടെ ഒരു മെറ്റൽ സ്പിയർ വന്നിട്ടുണ്ട്. മെറ്റൽ സ്പിയർ നമുക്കറിയാം എന്താണ്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് ഇല്ല. അപ്പൊ ഈ മെറ്റൽ സ്പിയറിന് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് കിട്ടണം. എന്ത് ചെയ്യണം? ഏത് മെത്തേഡാണ് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഇല്ല, ഇതുമായിട്ട് ഈ ഒബ്ജക്റ്റ് ആണ്, ഇതുമായിട്ട് കോണ്ടാക്ട് വരണം ഇല്ലേ. കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് വരും ഇല്ല, ഇതിലോട്ട് പോവും. പിന്നെ ഇത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പൊ ഏതാണ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? കണ്ടക്ഷൻ മെത്തേഡ്, അതായത് കോണ്ടാക്ട് വഴിയാണ്, അതായത് കണ്ടക്ഷൻ മെത്തേഡാണ്. ഇനി അടുത്ത നോക്കിയേ, മെറ്റൽ സ്പിയറിന് നെഗറ്റീവ് ചാർജ് കിട്ടണം. ഈ മെറ്റൽ സ്പിയറിന് നെഗറ്റീവ് ചാർജ് കിട്ടണം. നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതെങ്ങനെയാണ്? കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് തന്നെ വരും എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? കോണ്ടാക്ട് വരല് ഇല്ലേ. ഇത് പോസിറ്റീവ് ചാർജിന് കോണ്ടാക്ട് ഇൻഡക്ഷൻ മെത്തേഡ്, അതായത് പ്രേരണം ചെയ്യപ്പെടണം ഇല്ലേ. നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്? ഈ ഇലക്ട്രോൺസ് എല്ലാം ഈ സൈഡിലോട്ട് പോകും. പിന്നെ നമ്മളിവിടെ എർത്ത് ചെയ്യും ഇല്ല. എർത്ത് ചെയ്തുമ്പോൾ ഇലക്ട്രോൺസ് ഈ സ്പിയറിലേക്ക് വരും, എക്സസ് ഇലക്ട്രോൺസ് വരും. അപ്പോൾ പിന്നെ എന്തായിട്ട് മാറും? ഇത് നെഗറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഏത് മെത്തേഡാണ് നെഗറ്റീവ് ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ മെത്തേഡ്, പ്രേരണം വഴി ഇല്ല. ഇൻഡക്ഷൻ മെത്തേഡ് വഴിയാണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോഹഗോളത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് എങ്ങനെയാണ്? സമ്പർക്കം അല്ലേ, കോണ്ടാക്ട് വഴി. മറ്റേ ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രേരണം വഴിയാണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് പെട്രോൾ പമ്പ്സ് ദ നോസിൽ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് പെട്രോൾ ഈസ് എർത്തഡ്. വൈ? പെട്രോൾ പമ്പിലൊക്കെ ഉണ്ടല്ലോ, പെട്രോൾ ഫില്ല് ചെയ്യാൻ്റെ നോസിൽ എർത്ത് ചെയ്തിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? എർത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിതവൈദ്യുത ചാർജ് അവിടെ ജനറേറ്റ് ചെയ്യും ഇല്ലേ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പം എന്താണ്? പെട്രോൾ ഒഴുകുമ്പോൾ എന്താണ്? ഫ്രിക്ഷൻ മൂലം ഇല്ലേ, ഫ്രിക്ഷൻ മൂലം ചാർജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ചാർജ് എങ്ങനെയാണ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ നടക്കും. അപ്പം വലിയ തീപിടുത്തം കാരണമാകും. അതുകൊണ്ടാണ് എർത്ത് ചെയ്യുന്നത്. എക്സസ് ചാർജ് വരുവാണെന്നുണ്ടെങ്കിൽ അത് എർത്തിലേക്ക് പോകാൻ വേണ്ടി. മനസ്സിലാവുന്നല്ലോ? നോക്കുക. വെൻ പെട്രോൾ ഫ്ലോസ് ത്രൂ ദ പൈപ്സ് ഫ്രം ദ ടാങ്ക്, ഫ്രിക്ഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ഫ്യൂവൽ ആൻഡ് ദ പൈപ്പിംഗ് ഇല്ലേ. ദിസ് ഈസ് ബിക്കോസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ചാർജ് ബീങ് ജനറേറ്റഡ് ഇല്ലേ. ഘർഷണം മൂലം അവിടെ ചാർജ് ജനറേറ്റ് ചെയ്യും. If the charge is discharged, it can cause sparks and lead to major accidents. ആ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ആക്സിഡൻസ് സംഭവിക്കും, സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ആക്സിഡൻസ് സംഭവിക്കും. ഇറ്റ് ക്യാൻ ഓൾസോ കോസ് എ ഫയർ ബൈ എർത്തിങ്. എർത്ത് ചെയ്യുമ്പോൾ എന്താണ്? ബൈ എർത്തിങ് ദ നോസിൽ ദ ഇലക്ട്രിക് ചാർജ് ഈസ് സേഫ്ലി ട്രാൻസ്ഫേർഡ് ടു ദ ഗ്രൗണ്ട്, പ്രിവെന്റിങ് എനി സ്പാർക്ക് ഫോർമേഷൻ. മനസ്സിലായല്ലോ? നോക്കട്ടോ, ഇവിടെ നോസിലിന്റെ ഭാഗം എർത്ത് ചെയ്തിരിക്കുന്ന സ്ഥിതവൈദ്യുത ചാർജ് ഒഴിവാക്കാനാണ്. ടാങ്കിൽ നിന്ന് പൈപ്പുകളിലൂടെ പെട്രോൾ ഒഴുകുമ്പോൾ ഇന്ധനവും പൈപ്പിന്റെ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കാരണം സ്ഥിതവൈദ്യുത ചാർജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? ഈ ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും, തീപ്പൊരി ഉണ്ടായ വലിയ അപകടങ്ങൾക്ക് കാരണമാവും. മനസ്സിലായല്ലോ? നോസിൽ എർത്ത് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അധിക ചാർജ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഒഴുകി പോകുന്നു. അതിന്റെ ഫലമായിട്ട് സുരക്ഷയോടെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പ്ലാസ്റ്റിക് പെൻ ക്യാൻ ബി ഈസിലി ചാർജ്ഡ് ബൈ റബ്ബിംഗ് ഇറ്റ് ഓൺ ഹെയർ. നമ്മൾ കണ്ടാണല്ലോ, ഒരു പ്ലാസ്റ്റിക് പെന്നെ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? ഹെയറിൽ നമുക്ക് റബ്ബ് ചെയ്യുമ്പോൾ. However, this is not possible when a steel spoon is used instead of this. പ്ലാസ്റ്റിക് സ്പൂണിന് പകരം നമ്മൾ പ്ലാസ്റ്റിക് പെൻ ഉണ്ടല്ലോ, അതിന് ഒരു സ്റ്റീൽ സ്പൂൺ നമ്മൾ റബ്ബ് ചെയ്യുവാണെന്ന് അത് പോസിബിൾ അല്ല. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് റീസൺ? പ്ലാസ്റ്റിക് പേന എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണ് ഇല്ലേ. ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നതല്ലല്ലോ. അപ്പോൾ ഉരസുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ തന്നെ തങ്ങി നിൽക്കും, സ്റ്റോർ ചെയ്ത് നിൽക്കും, ആ പേനയിൽ തന്നെ തങ്ങി നിൽക്കും. പക്ഷെ എന്താണ്? മെറ്റൽ പീസിന് എന്താണ് സംഭവിക്കുന്നത്? ചാർജ് ചെയ്യപ്പെടും, അത് അട്രാക്ട് ചെയ്യും ഇല്ലേ, വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ അല്ല, അതൊരു കണ്ടക്ടർ അല്ലേ. അപ്പം എന്ത് സംഭവിക്കും? അവിടെ ചാർജ് കൂടുതലായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകിപ്പോവും അല്ലേ. നമ്മുടെ മെറ്റൽ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകിപ്പോവും. എന്നിട്ട്
അത് എർത്തിങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വസ്തുക്കളെ ആകർഷിക്കുന്നില്ല, ആ സ്പൂണിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതാണ് റീസൺ. നോക്കൂ കേട്ടോ. ബിക്കോസ് എ പ്ലാസ്റ്റിക് പെൻ ഈസ് ആൻ ഇൻസുലേറ്റർ, ദ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് ജനറേറ്റഡ് വെൻ റബ്ബിംഗ് ഇറ്റ് ഓൺ ദ ഹെഡ് റിമൈൻസ് ട്രാപ്ഡ് ഇൻ ദ ഏരിയ ഓഫ് ദ പെൻ ദാറ്റ് വാസ് റബ്ബ്ഡ്. ഇല്ല, അവിടെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ദാറ്റ് ഈസ് വൈ ദ പെൻ ഈസ് ക്വിക്ലി ചാർജ്ഡ് ആൻഡ് അട്രാക്ട് സ്മോൾ പീസസ് ഓഫ് പേപ്പർ. എന്നാൽ എന്താണ് സ്റ്റീൽ സ്പൂൺ എന്ന് വെച്ചാൽ കണ്ടക്ടർ ആണ്. സോ ഈവൻ ദോ എ ചാർജ് ഈസ് ജനറേറ്റഡ് വെൻ റബ്ബിംഗ് ഇറ്റ് ഓൺ ദ ഹെയർ, ദ ചാർജ് ഇമ്മീഡിയറ്റ്ലി ഫ്ലോസ് ഫ്രം ദ സ്പൂൺ ത്രൂ അവർ ബോഡി. നമ്മൾ പിടിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ചാർജ് കണ്ടക്ടർ ആയതുകൊണ്ട് അത് ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് അടുത്തിലേക്ക് പോകും. Therefore it is unable to attract objects. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. എ പ്ലാസ്റ്റിക് പെൻ കേട്ടോ, എ പ്ലാസ്റ്റിക് പെൻ ഗെറ്റ്സ് ചാർജഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ, വൈൽ എ സ്റ്റീൽ സ്പൂൺ ഡസ് നോട്ട് ഗെറ്റ് ചാർജഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടക്ടർ ആൻഡ് ദ ചാർജ് ലീക്ക് ടു ദ ഗ്രൗണ്ട്. സിമ്പിൾ ആയിട്ട് അങ്ങനെയും പറയാം കേട്ടോ. നോക്കുക, പ്ലാസ്റ്റിക് പേന ഒരു ഇൻസുലേറ്റർ ആയതിനാൽ തലമുറയിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതവൈദ്യുത ചാർജ് പേനയുടെ ഉരസുന്ന ഭാഗത്ത് തങ്ങി നിൽക്കും. കേട്ടല്ലോ? അതിനാൽ പേന പെട്ടെന്ന് ചാർജ് ചെയ്യപ്പെടുകയും പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കും. എന്നാൽ സ്റ്റീൽ എന്നാണ് ഒരു ചാലകമാണ്, കണ്ടക്ടറാണ്. എന്താണ്? മുടിയിൽ ഉരസുമ്പോൾ ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്പൂണിൽ നിന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഭൂമിയിലേക്ക് ഒഴുകി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് ഉണ്ടാവുകയില്ല, അത് വസ്തുവിനെ ആകർഷിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ആൻസർ ആണെങ്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. 2 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതാണ് എഴുതി വെച്ചാൽ മതി. എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, if a positively charged metal object comes into contact with another negatively charged metal object of equal magnitude, determine the charge on both objects. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ ഒബ്ജക്റ്റ് എന്നാണ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഒബ്ജക്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചാർജ്, രണ്ടിലുള്ള ചാർജ് എന്താണ്, എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ ഒരു 4 എന്താണ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ചോദിച്ചു. നെഗറ്റീവ് ചാർജ് ഒരു 4 എണ്ണം ഉണ്ട്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂട്രലൈസ് ചെയ്ത് പോകും, ഇല്ല? അപ്പോൾ ചാർജ് ഉണ്ടായില്ല. പിന്നെ പോസിറ്റീവ് ചാർജ് മെറ്റൽ ഒബ്ജക്ട്സ് ടച്ചസ് ദ നെഗറ്റീവ് ചാർജ് മെറ്റൽ ഒബ്ജക്ട്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, ദ ചാർജ് വിൽ ന്യൂട്രലൈസ് ഈച്ച് അതർ. പോസിറ്റീവ് ചാർജുള്ള ലോഹവസ്തു തുല്യ അളവ് നെഗറ്റീവ് ചാർജുള്ള മറ്റൊരു ലോഹവസ്തുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ 2 വസ്തുക്കളുടെയും ചാർജ് എങ്ങനെയായാലും 0 ആയിരിക്കും, ന്യൂട്രലൈസ് ചെയ്ത് പോകും. അടുത്ത ക്വസ്റ്റ്യൻ, poorly earthed lightning conductor are more harmful than beneficial. What is the reason? അതായത് നമ്മൾ ലൈറ്റനിങ് കണ്ടക്ടർ ഉപയോഗിക്കേണ്ട, അത് അധികം എന്താണ് നല്ല രീതിയിൽ എർത്ത് ചെയ്യാത്ത അങ്ങനെ ഉപയോഗിക്കുന്ന ലൈറ്റനിങ് കണ്ടക്ടർ എന്താണ് ഉപയോഗത്തെക്കാൾ അല്ലെങ്കിൽ ദോഷമാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ എന്തിനാണ് ലൈറ്റനിങ് കണ്ടക്ടർ ഉപയോഗിക്കുന്നത്? എക്സസ് ചാർജ് വരുമ്പോൾ നമ്മളുടെ ബിൽഡിങ്ങുകളിലൊന്നും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാതെ താഴേക്ക് എർത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പം ക്ലിയർ ആയിട്ടുള്ള ഒരു എർത്തിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചാർജസ് അവിടെ അക്യുമുലേറ്റ് ചെയ്തേക്കും, അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? നോക്കുക, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ലൈറ്റനിങ് കണ്ടക്ടർ ഈസ് ടു പ്രൊവൈഡ് എ സേഫ് പാത്ത് ഫോർ ദ ഇലക്ട്രിസിറ്റി ഫ്രം ലൈറ്റനിങ് ടു ഫ്ലോ ഇൻ ടു ദ എർത്ത് വിത്തൗട്ട് കോസിങ് ഡാമേജ് ടു ബിൽഡിങ്സ്. മനസ്സിലായല്ലോ? ഇത് എർത്തിങ് ഈസ് നോട്ട് കറക്റ്റ്. The high electric current generated during a lightning strike cannot be effectively flowed into the earth. അതായത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എർത്തിലേക്ക് പോവില്ല. This allows the current to flow through the other metallic objects inside the building, wires or walls, causing major accidents. അപ്പം ആ ബിൽഡിങ്ങിലേക്ക് വരും, ബിൽഡിങ്ങിലുള്ള മറ്റ് ഡിവൈസസിലേക്ക് ചാർജ് വരും, അപ്പം ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. Poorly earthed lightning conductor is harmful because it does not safely direct the lightning current to the earth, allowing the charge to spread through the building and cause damage or fire. നോക്കൂ, ഒരു മിന്നൽ രക്ഷാചാലകത്തിന്റെ പ്രധാന ധർമ്മം എന്താണ്? ആ മിന്നലുള്ള വൈദ്യുതിയെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ ഭൂമിയിലേക്ക് വിടുന്നതിന് സുരക്ഷിതമായ പാത ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ എർത്തിങ് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മിന്നൽ സമയത്ത് ഉണ്ടാകുന്ന ഭീമമായ വൈദ്യുത പ്രവാഹത്തെ ഭൂമിയിലേക്ക് കാര്യക്ഷമമായി ഒഴുക്കിവിടാൻ കഴിയില്ല, പ്രോപ്പറായിട്ടുള്ളതല്ലെന്നാണ്. അതെന്നാണ് കെട്ടിടത്തിനകത്തുള്ള മറ്റു ലോഹഭാഗങ്ങളിലൂടെ, വയറിങ്ങിലൂടെയോ ഭിത്തികളിലൂടെയോ വൈദ്യുത പ്രവാഹത്തിന് ഇടവരുത്തുകയും വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പം ലൈറ്റനിങ് കണ്ടക്ടർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റനിങ് കണ്ടക്ടർ തന്നെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന് ഹാംഫുൾ ആയിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് എഴുതിയാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എഴുതണം, ഷോർട്ടായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാലും മതി. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി.
അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ലെറ്റസസിലുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നുണ്ട്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പോർഷൻസിൽ തന്നെ ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുകളും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്